Good morning, everyone. In the last class, we had derived Bernoulli's equation. We had seen the different assumptions used in Bernoulli's equation, and also we have derived the Bernoulli's equation for real fluids. Today, we are learning a new topic, energy correction factor. So while deriving Bernoulli's equation, the velocity head or kinetic head per unit weight of fluid is computed on the basis of the assumption that the velocity is uniform across any cross-sectional area of the fluid passage. നമ്മളൊരു ഫ്ലോ ഫീൽഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നമ്മളൊരു സെക്ഷൻ എടുക്കുന്നു. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ഇങ്ങനെ നടക്കുമ്പോൾ അതിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്ത് വ്യൂ ചെയ്യുന്നതിനെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഒരേ വെലോസിറ്റി ആയിരിക്കും എന്ന അസംഷനിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. But in case of real fluids, the velocity distribution across any cross-sectional area of the flow passage is not uniform. പക്ഷേ നമ്മൾ യഥാർത്ഥ ഫ്ലൂയിഡ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു യൂണിഫോം വെലോസിറ്റി അല്ല. അതായത് ഒരു സെക്ഷൻ എടുത്താൽ ഇതിന് മുകളിൽ തൊട്ട് താഴെ വരെ ഒരേ വെലോസിറ്റി ആയിരിക്കില്ല. So for real fluids, the flow velocity is different for different fluid particles at a cross section due to viscous resistance of fluid particles, and thus the assumption of one-dimensional uniform flow is not valid. അപ്പോൾ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നേരത്തെ അതിനകത്ത് ഐഡിയൽ ഫ്ലൂയിഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡിനാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. പക്ഷെ റിയൽ ഫ്ലൂയിഡിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ റിയൽ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ട്. ആ വിസ്കസ് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കില്ല. പല ലെയറിലും പല വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ട് യൂണിഫോം വെലോസിറ്റി ആണ് എന്നുള്ള അസംഷൻ വാലിഡ് അല്ല. The actual kinetic energy possessed by the flowing fluid is greater than that computed using the average velocity. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു ആവറേജ് വെലോസിറ്റി ആയിരിക്കും എന്ന അസംഷനിലാണ് നമ്മൾ ഡിറൈവ് ചെയ്തതെന്ന് പറഞ്ഞു. ആ ആവറേജ് വെലോസിറ്റി കൊണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജിയേക്കാൾ കൂടുതലായിരിക്കും ആക്ച്വലി അവിടെയുള്ള കൈനറ്റിക് എനർജി. കാരണം വേരിയേഷൻസ് വെലോസിറ്റിയിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ആ വേരിയേഷൻസ് കൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മുടെ അസംഷനെ ബേസ് ചെയ്തിട്ടുള്ള കൈനറ്റിക് എനർജിയെക്കാട്ടിൽ കൂടുതലായിരിക്കും. Hence, a correction factor is introduced in the Bernoulli's equation called kinetic energy correction factor. അപ്പോൾ ആ കൈനറ്റിക് എനർജിയിൽ അങ്ങനെ ഒരു വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു കറക്ഷൻ ഫാക്ടറിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറക്ഷൻ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. Kinetic energy correction factor is defined as the ratio of kinetic energy of the flow per second based on actual velocity across a section to the kinetic energy of flow per second based on average velocity across the same section. ഓക്കെ. അപ്പോൾ സെൻറ്റൻസ് ഇച്ചിരി ലെങ്തി ആണെങ്കിലും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആക്ച്വൽ വെലോസിറ്റി കൊണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ആവറേജ് വെലോസിറ്റി. അതായത് നമ്മൾ സെയിം വെലോസിറ്റി ആണെന്ന് അസ്യൂം ചെയ്യുമല്ലോ മേല് തൊട്ട് താഴെ വരെ. അപ്പോൾ ആ വെലോസിറ്റി കൊണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോനെയാണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. So it is denoted by the letter alpha. Alpha is equal to kinetic energy per second based on actual velocity divided by kinetic energy per second based on average velocity. So this is the expression for kinetic energy correction factor. Alpha is equal to half rho into integral u cube dA divided by half rho a v cube. അപ്പോൾ അതിനകത്ത് കോമൺ ടേംസ് എല്ലാം പോകുമ്പോൾ ആൽഫ വിൽ ടേക്ക് ദ ഫോം ആൽഫ ഇസ് ഈക്വൽ ടു 1/a v cube ഇൻറ്റു ഇൻറ്റഗ്രൽ യു ക്യൂബ് ഡി എ. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ ഏരിയ, വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി, യു എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി. So these are some of the practical values of kinetic energy correction factor for circular duct. സർക്കുലർ പൈപ്പ് ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്തുമാത്രം വരും, ഏത് റേഞ്ചിൽ വരും എന്നാണ് പറയുന്നത്. യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആൽഫ വാല്യൂ ഇസ് ഒബ്വിയസ്ലി ഇറ്റ് ഷുഡ് ബി 1 അല്ലേ. കൈനറ്റിക് എനർജി യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ആക്ച്വൽ വെലോസിറ്റി ആവറേജ് വെലോസിറ്റിയും സെയിം ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ആൽഫ will take the value 1. Then for laminar flow through a pipe, alpha value is 2
And for turbulent value through a pipe, turbulent flow through a pipe, alpha value is 1.01 to 1.2. Now coming to the applications of Bernoulli's equation. So it is applied in all problems of incompressible fluid flow where energy considerations are involved. അപ്പോൾ എവിടെയെല്ലാം എനർജി കൺസിഡറേഷൻസ് വരുന്നോ അവിടെയെല്ലാം നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. So today we'll learn the first application of Bernoulli's equation. It is Venturi-meter. വെഞ്ചുറി എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അത് ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പൈപ്പ് ഫ്ലോ എടുക്കുവാണെങ്കിൽ ആ പൈപ്പിലൂടെ എന്തുമാത്രം ഫ്ലോ വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ആ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വെഞ്ചുറി മീറ്റർ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ. റേറ്റ് ഓഫ് ഫ്ലോയിനെ തന്നെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. Of a fluid flowing through a pipe. It is based on principle of Bernoulli's equation. It consists of 3 parts. Figure നോക്കിയേ. ഇതാണ് നമ്മൾ ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ പൈപ്പാണ്. ഈ പോർഷനും ഒറിജിനൽ പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എവിടെയാണോ ഒരു ജോയിൻറ്റ് വരുന്നത് ആ ജോയിൻറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ വെഞ്ചുറി മീറ്റർ ഘടിപ്പിക്കാം. അപ്പോൾ ഈ വെഞ്ചുറി മീറ്റർ അതിൻ്റെ ഈ പൈപ്പിലേക്ക് ഈ എൻഡ് കണക്ട് ചെയ്തു, മറ്റേ എൻഡ് പൈപ്പിൻ്റെ മറ്റേ അതർ എൻഡിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വെഞ്ചുറി മീറ്ററിന് 3 പോർഷനാണുള്ളത്. ഇതൊരു കൺവേർജിങ് പോർഷൻ, ദെൻ there is a throat, this is the throat, and then there is a diverging portion. So a short converging part, throat and a diverging part. അപ്പോൾ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഈ കൺവേർജിങ് പോർഷൻ എന്ന് പറയുന്നത് ഡൈവേർജിങ് പോർഷനെക്കാട്ടി ലെങ്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് കൺവേർജിങ് പാർട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ദെൻ യു ഹാവ് ദ ത്രോട്ട് ആൻഡ് ദെൻ ദ ഡൈവേർജിങ് പാർട്ട്. Now finding out the expression for rate of flow through a Venturi meter. അപ്പോൾ ഇതിനകത്തോട് നമുക്ക് എങ്ങനെയാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നാണ് പറയാൻ പോകുന്നത്. Now let D1 be the diameter at the inlet or section 1. അപ്പോൾ ഈ വെഞ്ചുറി മീറ്റർ ഈ പൈപ്പുമായിട്ട് കണക്റ്റ് ആവുന്ന ഈ പോർഷനെയാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സെക്ഷൻ 1 ആയിട്ട് എടുത്തിരിക്കുന്നത്. അവിടുത്തെ ഡയമീറ്റർ ആണ് D1 എന്ന് പറയുന്നത്. ദെൻ P1 എന്ന് പറയുന്നത് അതേ സെക്ഷനിലെ പ്രഷറാണ്. V1 എന്ന് പറയുന്നത് അതേ സെക്ഷനിലെ വെലോസിറ്റിയാണ്. A1 എന്ന് പറയുന്ന ആ സെക്ഷൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി സെക്ഷൻ 2 എവിടെയാണെന്ന് നോക്കിയേ. സെക്ഷൻ 2 എടുത്തിരിക്കുന്നത് ഈ ത്രോട്ടിലാണ്. Here you have taken the section 2 and D2, P2, V2 and A2 are the corresponding values at section 2. അപ്പോൾ സെക്ഷൻ 1 അതേ വാല്യൂസിനെ ഇവിടെ നമ്മൾ വിളിക്കുന്നത് D2, P2, V2, A2 എന്നാണ്. Now applying Bernoulli's equation at sections 1 and 2. അപ്പോൾ sections 1 and 2 ശ്രദ്ധിക്കുക. This is section 1 and this is section 2. ഈ രണ്ട് സെക്ഷനിൽ നമ്മൾ Bernoulli's equation അപ്ലൈ ചെയ്യുന്നു. So Bernoulli's equation നമുക്കറിയാം എന്താണ്. P1 by rho g plus V1, P by rho g plus V square by 2g plus Z is equal to a constant എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സെക്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് 1ഉം സെക്കൻഡ് സെക്ഷൻ 2. അപ്പോൾ അവിടെ നമ്മൾ Bernoulli's equation അപ്ലൈ ചെയ്യുമ്പോൾ P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. അപ്പോൾ ഇവിടെ നമുക്കറിയാം പൈപ്പ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഒരു ഡേറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റത്തിൽ നിന്ന് ഈ പൈപ്പിൻ്റെ സെൻറ്റർ ഒരേ ഹൈറ്റിലാണ് ഇരിക്കുന്നത് രണ്ട് സെക്ഷനിലും അല്ലേ. അപ്പോൾ Z1 is equal to Z2 എന്ന് നമുക്ക് പറയാം. സോ Z1 ഉം Z2 ഉം പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും. P1 by rho g plus V1 square by 2g is equal to P2 by rho g plus V2 square by 2g. അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. P1 minus P2 by rho g is equal to V2 square by 2g minus V1 square by 2g. ഇതിൽ P1 minus P2 by rho g എന്ന് പറയുന്നത് എന്താണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ്. നമുക്കറിയാം P by rho g എന്ന് പറയുന്നത് പ്രഷർ ഹെഡാണ്. P1 by rho g എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ ഹെഡും P2 by rho g എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ ഹെഡും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ബിറ്റ്വീൻ സെക്ഷൻസ് 1 and 2 and it is equal to h. ആ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡിനെ നമുക്ക് സ്മോൾ h എന്ന് വിളിക്കാം. അതായത് P1 minus P2 by rho g is equal to small h. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും. സ്മോൾ h is equal to V2 square by 2g minus V1 square by 2g. Now applying continuity equation at sections 1 and 2. നമ്മൾ 2-dimensional continuity equation പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ. A1 V1 is equal to A2 V2. ആ ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് V1 is equal to A2 V2 by A1 എന്ന് കിട്ടും.
ആ V1നെ നമ്മൾ പ്രീവിയസ് സ്മോൾ എച്ചിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ സ്മോൾ എച്ച് ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് A2 V2 ബൈ A1 ദ ഹോൾ സ്ക്വയർ ബൈ 2G. അതായത് V1ന് പകരം നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇനി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. സോ V2 സ്ക്വയർ ബൈ 2G നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു ഇൻറ്റു 1 മൈനസ് A2 സ്ക്വയർ ബൈ A1 സ്ക്വയർ. അതിനെ വീണ്ടും നമ്മൾ LCM എടുത്ത് എഴുതുന്നു. അതിൽ നിന്ന് V2നെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്താവും? V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2GH ഇൻറ്റു A1 സ്ക്വയർ ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ, ഓർ V2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ് റൂട്ട് ഓഫ് 2GH ഇൻറ്റു A1 സ്ക്വയർ ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ, ഓർ V2 is equal to A1 into root of 2GH divided by root of A1 square minus A2 square എന്ന് വരും V2ൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് A1 V1 അല്ലെങ്കിൽ A2 V2. നമ്മളിവിടെ V2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് A2 V2 എന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. സോ Q is equal to A2 V2 or A2 ഇൻറ്റു V2ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ കിട്ടി, അത് കൊടുക്കുന്നു. A1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു A1 A2 റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. This equation gives the discharge under ideal conditions and is called the theoretical discharge. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഐഡിയൽ കണ്ടീഷൻസ്, അതായത് നമ്മൾ ഹെഡ് ലോസ് ഒന്നും എടുത്തിട്ടില്ല, ഐഡിയൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഈ കിട്ടുന്ന ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് നമ്മൾ വിളിക്കുന്ന പേരാണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. പക്ഷേ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ആക്ച്വൽ ഡിസ്ചാർജിൽ നമ്മൾ ലോസസും കൂടെ കൺസിഡർ ചെയ്യും, കുറച്ച് നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആ ലോസസും കൂടെ വരുന്നതുകൊണ്ട് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാട്ടിൽ കുറവായിരിക്കും. സോ Q actual will be equal to a factor CD multiplied by A1 A2 root of A1 square minus A2 square into root of 2GH. അപ്പോൾ ഈ Q തിയററ്റിക്കലിനെ CD കോഎഫിഷ്യൻ്റ് ഓഫ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് Q ആക്ച്വൽ. ആൻഡ് ഒബ്വിയസ്ലി ദ വാല്യൂ CD വിൽ ബി ലെസ് ദാൻ 1. എന്തുകൊണ്ടാണ്? CD ലെസ് ദാൻ 1 ആയാൽ മാത്രമേ ഈ Q ആക്ച്വൽ എന്ന് പറയുന്നത് Q തിയററ്റിക്കലിനെക്കാട്ടി കുറവാവുള്ളൂ. സോ CD വാല്യൂ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 1.